ദുബായിലേക്ക് പോവാണ്. അല്ലയോ അല്ലെ തല കാണിക്കൂ. അപ്പോൾ നമ്മൾ റാസൽ ഖൈമ ടൗണിൽ നിന്ന് നേരെ ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ടൗണാണ് കേട്ടോ, റാസൽ ഖൈമ ടൗണാണ്. അപ്പോൾ നമ്മളിങ്ങനെ ദുബായിലേക്ക് പോകുന്ന ആ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ നെക്സ്റ്റ് നമ്മൾ പോയത് അല്ല അവിടെ നിന്ന് കുറേ വരുന്നുണ്ട്. ഇത് കറാൻ ഭാഗത്തല്ല, നമ്മളിവിടെ അവിടെ നിന്ന് എത്ര പോകുന്നില്ലേ? അല്ലല്ല, ഇത് നമ്മൾ നടന്ന വഴിയൊന്നുമല്ല. നമ്മളിവിടെ നമ്മളവിടെ തിരിഞ്ഞു പോയി. Broadcasting from the Channel 4 Radio Network, this is Gold FM News. വാർത്തകൾ വിശ്വാസ്യതയോടെ Brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ബോംബ് ഭീഷണി. വാർത്തകളുമായി ഞാൻ അരുൺ VS. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ബോംബ് ഭീഷണി. നിവേദ്യ എന്ന പേരുള്ള ഐഡിയിൽ നിന്നാണ് ഇമെയിൽ സന്ദേശം എത്തിയത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി വെസ്റ്റ് ദേര, സൗത്ത്, നോർത്ത്, അബുദാബി, ഷാർജ, സിറ്റി സെന്റർ, മിറാദിഫ്. ഇവിടെ വന്ന പേര് വായിക്കല നമുക്ക് കുറച്ച് റിസ്ക. എല്ലാത്തിനും ഈ അല്ല എന്തിനാണ് അറബിയിൽ എന്തെങ്കിലും അത് എന്തെങ്കിലും അത് റാസൽ ഖൈമയ്ക്കും ഇല്ലല്ലോ. ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിപ്പോയി ഗായ്സ്. ദുബായിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്താ വോയിസ് കൊടുക്കാന്നാ ഞാൻ വോയിസ്. നമ്മളുടെ ബുർജ് ഖലീഫ അത് അവിടെ ഉണ്ട്, അവിടെ അതാ അതാ ആ സൈഡില്. ഗായ്സ് ഇത് കണ്ടോ, ചില്ലിന്റെ കൊട്ടാരം. കിട്ടി മെട്രോ കിട്ടി. ബുർജ് ഖലീഫ മറ്റേ പ്രേത അതിലൊക്കെ കാണാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന് ഏകദേശം ദുബായിൻ്റെ അടുത്ത് എത്തി തുടങ്ങി ഗൈസ്. നമ്മൾ ദുബായ് ടൗണിലേക്ക്, മെയിനായിട്ടുള്ള ടൗണിലേക്ക് കയറി തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ കാണുന്ന കാഴ്ച കേട്ടോ ഇതൊക്കെ. അയ്യ, അവന് ആ കണ്ണാടി കാണാനാ വീഡിയോ പിടിക്കുന്നതിന് ഇപ്പം എന്താ? ഓ, ഞാൻ കിടന്ന് ഉറങ്ങിയത് നന്നായി. ആ തങ്ങോട്ട് ലിപ്സ്റ്റിക് എന്ത് എന്ത് ഭംഗിയല്ല പൂ നട്ടുപിടിപ്പിച്ചിരിക്കുന്നവര്. ഹലോ ഗൈസ്, ഇതാണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് ഗൾഫില്. അതുപോലെ റോസ് കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൂക്കളൊക്കെ കണ്ടോ, എന്തൊരു രസത്തിലല്ലേ അവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ള. നല്ല ഭംഗിയിൽ സൂക്ഷിച്ച് നല്ല ഭംഗിയാക്കി, എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോളം ഉണ്ട് കാണാൻ, നല്ല ഭംഗിയാട്ടോ. പൂവൊക്കെ ഇവിടെ നല്ല ഈ തണുപ്പ് സമയമായതുകൊണ്ട് നല്ലോണം പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും. എന്താ പറയുക, ഇപ്പം അവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നമ്മളവിടെ എത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക ദുബായ് മാളിലെ പാർക്കിങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത്. പാർക്കിങ്ങിൽ പോയിട്ട് നേരെ നമ്മൾ ദുബായ് മാളിലൊക്കെ കറങ്ങി നേരെ ബുർജ് ഖലീഫേൻ്റെ അടുത്ത് പോകും. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. താഴെ കൂടെ നേരെ മുകളിലോട്ടാണ് കയറിയത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊന്നും ചുറ്റി നടന്നിട്ടൊന്നുമില്ല, കാരണം അത് കുറേ കാണാനുണ്ട്, കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അവിടെ
പരിപാടിയുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളങ്ങനെ മാളിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക കേട്ടോ. അപ്പോൾ ബുർജ് ഖലീഫ എന്ന് എഴുതിയത് കാണുന്നില്ല, അത് അവിടെ നിൽക്കുന്ന ക്യൂ ഉണ്ടല്ലോ, വലിയൊരു ക്യൂ, അത് ബുർജ് ഖലീഫേൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്നവരാട്ടോ. അപ്പം നമ്മൾ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിൽ കൂടെ നടന്ന് കാലൊക്കെ കഴിച്ച് തുടങ്ങി. സത്യം പറഞ്ഞാൽ തീരുന്നില്ല കേട്ടോ, കാല് കഴിച്ചു, കാല് വേദന എടുക്കാനൊക്കെ തുടങ്ങി. നമുക്കങ്ങനെ ഫ്രണ്ടിലോട്ട് പോവാം അല്ലേ. അങ്ങനെ നമ്മൾ മാളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാ നമ്മളെ ബുർജ് ഖലീഫ കാണുന്നു ഗൈസ്, ഇതാണ് നമ്മളെ ബുർജ് ഖലീഫ. അതിൻ്റെ മുന്നിലുള്ള എന്താ പറയുക ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നിലുള്ള ഓരോരോ റെസ്റ്റോറൻറ്റുകളും അതുപോലെ അതിൻ്റെ മുന്നിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളും അതൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കൂടി കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബുർജ് ഖലീഫേൻ്റെ അവിടെ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കലൊക്കെ ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ചുറ്റി നടന്നിങ്ങനെ കാണാം കേട്ടോ. കണ്ടാലും മതി വരുന്നില്ല കേട്ടോ. എന്ത് രസമാണല്ലേ ശരിക്കും പറഞ്ഞാൽ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒന്നുകൂടി ഭംഗിയാണ് കാണാൻ. രാത്രി നല്ല ലൈറ്റ് സെറ്റൊക്കെ ചെയ്താൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് പകലായതുകൊണ്ട് അത്ര ഭംഗി തോന്നിക്കുന്നില്ലെങ്കിൽ രാത്രീൻ്റെ അത്ര ഭംഗിയില്ലെങ്കിലും നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടും വലിയ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതെന്നായിട്ടൊക്കെ അറിയില്ല, വലിയ പോസിങ്ങിലാണ് ഫോട്ടോസ്. ഞാൻ ഫോട്ടോസല്ല വീഡിയോസ് എടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അല്ലൂട്ടി അതവിടെ ഭയങ്കരമായിട്ട് ക്ഷീണിതയായിട്ടിരിക്കുകയാണ്, വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് പുറത്തെവിടെയെങ്കിലും പോയാൽ കുറച്ച് വിശപ്പ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് പ്രോഗ്രാം അവിടുത്തെ ഒരു വാട്ടർ ഡാൻസ് ഉണ്ട്, അപ്പോൾ അത് തുടങ്ങാൻ തുടങ്ങി. അപ്പം നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോവുകയാണ്. നേരെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പോവുകയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ടായിരുന്നു. ടൈം കുറേ അങ്ങ് എത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോയത്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം.
അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതാ നമ്മൾ ബുർജ് ഖലീഫ പിന്നെയും കാണുന്നുണ്ട്. ഇടയ്ക്ക് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വാട്ടർ ഡാൻസ് കാണാൻ. കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എന്താ പറയുക, ഓരോ സെക്ഷനിലേക്ക് പോകുന്നതും വരുന്നതും കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും ഇത് പോയി കാണണം കേട്ടോ. അത്രയും ഭംഗിയാണ്. പിന്നെ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോഴും നമ്മൾ ബുർജ് ഖലീഫ അതങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ എടുത്തതാണ് വീഡിയോ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.